ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവവചനം ശ്രവിച്ച വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് പരാജയം സംഭവിക്കുകയില്ല എന്ന് ഈ വചനം പഠിപ്പിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരമാണ്: കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണാവുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചവരെ, ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചവരെ ആർക്കും തകർക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. മറ്റാർക്കും തകർക്കുവാൻ കഴിയാത്ത വിധം ദൈവീകമായ ശക്തി അവരിൽ നിറഞ്ഞു നിന്നിരുന്നുവെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് മോശയുടെ ജീവിതത്തിലേക്ക് നോക്കാം. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, ദൈവാശ്രയത്തിൽ നിലനിന്ന അനേകരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമാറിയ വ്യക്തിത്വങ്ങളെ ഈ വചനം തിരുവചനത്തിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത് മോശ തന്നെയാണ്. മോശ കുറവുകളുള്ള മനുഷ്യനായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് ദൈവം കാണുന്നത് മോശയെയാണ്. ദൈവം വിളിക്കുന്നത് മോശയെയാണ്. മോശയുടെ കുറവുകൾ നമുക്കെല്ലാവർക്കും അറിയാം. വിക്കനാണ്, അതുപോലെ തന്നെ മുൻകോപിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഭയത്തിന് അടിമപ്പെട്ട വ്യക്തിയാണ്. ഈ മൂന്നും മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം മോശയെ ആദ്യം വിളിക്കുമ്പോൾ മോശ പറയുന്നത് ഇത് തന്നെയാണ്: ഞാൻ സംസാരിക്കുവാൻ പാഠവുമില്ലാത്തവനാണ്, കാരണം ഞാൻ വിക്കനാണ്. ഈ വലിയ ജനസമൂഹത്തെ നയിക്കുവാനായിട്ട് എനിക്കെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ്: ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, കാരണം നിന്നിലൂടെ ഞാനാണ് പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മോശയുടെ ജീവിതത്തിൽ, കാരണം മുൻകോപിയാണ്. ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. ഇസ്രായേൽക്കാരനും ഈജിപ്തുകാരനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അവർ തമ്മിൽ വഴക്കിടുമ്പോൾ അവരെ സമാധാനിപ്പിക്കുവാനായിട്ട് ചെന്ന മോശ എന്താണ്? ഈജിപ്തുകാരനെ അടിച്ച് തറയിലിട്ട് കൊന്നു. കാരണം മുൻകോപിയാണ്. സമാധാനം സ്ഥാപിക്കാനായിട്ട് കടന്നു ചെന്ന മനുഷ്യൻ മുൻകോപിയായിട്ട് മാറുകയാണ്. മോശയുടെ വൈകല്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ മുൻകോപത്തിൻ്റെ ഒരു കൊലപാതകം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മോശ ഭയത്തിന് അടിമപ്പെടുകയാണ്. മോശ പിന്നെ മരുഭൂമിയിലേക്ക് ഓടി ഒളിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അമ്മായിയപ്പൻ്റെ ആടുമാടുകളെ മേച്ചുകൊണ്ട് അവിടെ താമസിക്കുവാനായിട്ട് തയ്യാറാകുന്ന മോശ. എന്നിട്ടും ദൈവം മോശയെ ഉപേക്ഷിക്കുന്നില്ല. ഇത്രമാത്രം കുറവുകൾ, പരാധീനതകളുള്ള മനുഷ്യനെ തന്നെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് വീണ്ടും അവനെ ബലപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഇടപെടൽ. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ നീ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. കുറവുകളുടെ പരാതിയുടെ പേരിൽ നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നടക്കുന്നുണ്ടാകാം. എന്നാൽ ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: നിന്നെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. മോശയെ ശക്തിപ്പെടുത്തിയ ദൈവം നിന്നെയും ശക്തിപ്പെടുത്തുമെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 31-ാം അധ്യായം 6 ശക്തനും ധീരനുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. കാരണം ദൈവവചനം പറയുകയാണ്: അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. കാരണം വചനത്തിലൂടെ ഈ ശക്തി ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് യോശുവയോട് മറ്റുള്ളവരോടും കൊടുക്കുമ്പോൾ ഈ ഒരു ചിന്ത തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് ദൈവവചനത്തിൽ മോശ ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചു. ശക്തി സ്വീകരിക്കണമെങ്കിൽ,
ദൈവവചനത്തിൽ ദൈവം പറയുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കണം. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെ കണ്ട് പരിഭ്രമിക്കേണ്ട. ഈജിപ്തിലെ ഭരണാധികാരികളെയും ഭരണ സംവിധാനങ്ങളെയും പട്ടാളക്കാരെയും അവരെയൊക്കെ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാനാണ്. ദൈവം വാഗ്ദാനം കൊടുത്തു. മോശ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11 പറയുകയാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. കാരണം ദൈവം ഒരു വ്യക്തിയോട് പറയുന്ന വാഗ്ദാനങ്ങൾ അതിൽ മാറ്റമില്ലാത്തതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം മനുഷ്യനെക്കുറിച്ച്, ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവം വാഗ്ദാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അവിടെ അത്ഭുതം നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മോശയിൽ സംഭവിച്ച അത്ഭുതം, കാരണം മോശ അത് വിശ്വസിച്ചു. തന്നെ വിളിച്ച ദൈവം സർവശക്തനാണ്. അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഈ ദൈവത്തിൻ്റെ മാസ്മരികത തിരിച്ചറിഞ്ഞപ്പോൾ മോശയുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായി, ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവനെ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, നയിക്കുന്ന ഒരു ദൈവം, കൂടെ നടന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മോശയ്ക്ക് അനുഭവിക്കുവാനും അതിന് യോഗ്യമായിട്ട് ജീവിക്കുവാനും മോശയ്ക്ക് സാധിച്ചു. വീണ്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു വരുമ്പോൾ ജോഷുവയെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ജോഷുവയും ഭയപ്പെടുന്നുണ്ട്, പരിഭ്രാന്തനാകുന്നുണ്ട്. ഈ വലിയ ജനസമൂഹത്തെ എങ്ങനെ മോശയ്ക്ക് ശേഷം തനിക്ക് നയിക്കാനായിട്ട് സാധിക്കുമെന്ന് ജോഷ ചിന്തിച്ചുകൊണ്ട് ആ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവം ജോഷയെ ശക്തിപ്പെടുത്തുകയാണ്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. കാരണം വചനത്തിലൂടെ ദൈവം തൻ്റെ ജോഷുവയോട് പറയുകയാണ്, കാരണം നീയാണ് ഈ ദൗത്യം ചെയ്യാൻ പോകുന്നത്, കാരണം നീ ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീയാണ് ഇസ്രായേൽ ജനത്തിന് അവകാശമായ ദേശം വീതിച്ചു കൊടുക്കേണ്ടത്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായം 9 വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വചനത്തിൽ ആഴമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ജോഷുവയുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഭയപ്പെട്ട് എല്ലാവരും ജെറീക്കോ കോട്ട എങ്ങനെ കീഴടക്കാമെന്ന് ആകുലപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ജോഷുവയുടെ നേതൃത്വത്തിൽ ജെറീക്കോ കോട്ട കീഴടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 7 തവണ ആ ജെറീക്കോ കോട്ട വലം വെച്ചിട്ട് അവർ 7-ാം പ്രാവശ്യം ശക്തമായ രീതിയിൽ ആക്രോശത്തോടെ ദൈവനാമത്തിൽ ആശ്രയിച്ച് ആ കോട്ടയെ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജോഷുവയെ ശക്തിപ്പെടുത്തി ജെറീക്കോ കോട്ട കീഴ്പ്പെടുത്തി ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുവാൻ ശക്തനാക്കിയ ദൈവം ഈ കാലഘട്ടത്തിലും നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, ജെറീക്കോ കോട്ട പോലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിൻ്റെ മുമ്പിലുണ്ടെങ്കിലും അവയൊക്കെ നിലം പരിശാക്കി നിൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുവാൻ തയ്യാറായാൽ, അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ തയ്യാറായാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ. ഇടയ ബാലനായ ദാവീദ്, കാരണം ഒരു കഴിവും ശേഷിയും ആരോഗ്യവും ഇല്ലാതിരുന്നിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ദൈവം ദാവീദിനെ ശക്തിപ്പെടുത്തുകയാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1 സാമുവേൽ 17:37 നമ്മൾ കാണുന്നുണ്ട്, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, കാരണം ദാവീദ് തിരിച്ചറിഞ്ഞു, ദാവീദ് തൻ്റെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. സിംഹത്തിൻ്റെയും കരടിയുടെയും ഒക്കെ പിടിയിൽ നിന്ന് രക്ഷിച്ച ദൈവമാണ് തൻ്റെ ബലമെന്ന് ദാവീദ് വിശ്വസിച്ചു. അതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു ധൈര്യമുണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം ഭയപ്പെട്ട് നിരാശരായി പിൻവലിയുമ്പോൾ ദാവീദ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. കാരണം എന്താണ്? അവൻ്റെ ഉള്ളിൽ അവനെ ശക്തിപ്പെടുത്തുന്ന, അവനെ നയിക്കുന്ന, അവൻ്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റി നിർത്തി മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാവീദ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം ഫിലിസ്ത്യരുടെ മുമ്പിൽ ഭയപ്പെട്ട് ആകുലപ്പെട്ട് നിൽക്കുമ്പോഴും ഈ കൊച്ചു ചെറുക്കനായ ദാവീദ് എന്നിട്ട് പറയുന്നത്, നിങ്ങൾ എന്തിന് പരിഭ്രാന്തരാകുന്നു? ഞാൻ ഫിലിസ്ത്യൻ്റെ ആ ഗോലിയാത്തിനെ ഞാൻ നേരിടാനായിട്ട് പോകാം. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദ് ഒന്നുമല്ല.
ഗോലിയാത്ത് ഒന്ന് വെറുതെ ഒന്ന് കൈയെടുത്തൊന്ന് വീഴ്ചയാമെഴുതി ദാവീദ് തറയിൽ വീണ് കിടക്കും. പക്ഷേ ദാവീദിൻ്റെ ധൈര്യവും ദാവീദിൻ്റെ ശക്തിയും നമ്മൾ തിരിച്ചറിയണം. അത് മറ്റൊന്നുമായിരുന്നില്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ദാവീദ് ഗോലിയാത്തിനോട് പറയുന്നില്ലേ, സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 45 വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു, ഞാനാകട്ടെ നീ നിന്ദിച്ച ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കാരണം ആ ദൈവനാമത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ദാവീദ് തയ്യാറായപ്പോൾ ഈ ബാലനായ ദാവീദിലൂടെ ദൈവം ഗോലിയാത്തിനെ തകിടം മറിക്കുന്നു, പരാജയപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് എന്താണ്? 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കാരണം അനുഭവിച്ച ഒരു ദൈവത്തെ ജീവിതത്തിലുടനീളം ദാവീദ് കൊണ്ടു നടന്നു. സങ്കീർത്തനങ്ങളിലുടനീളം ദാവീദ് കടന്നുപോയ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ദാവീദിനെ അതിൽ നിന്ന് ഉയർത്തിയത് ഈ ശക്തനായ ദൈവമാണെന്ന് ദാവീദ് പ്രഘോഷിക്കുന്നുണ്ട്. സങ്കീർത്തനം 18-ാം സങ്കീർത്തനം 32-33 വാക്യങ്ങൾ, അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു, എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു, അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗത നൽകി, ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. ദാവീദ് തൻ്റെ ഭരണകാലത്തൊക്കെ അനുഭവിച്ച എത്രമാത്രം എതിർപ്പുകളും പ്രശ്നങ്ങളും, കുടുംബത്തിൽ നിന്ന് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ, പക്ഷേ ഇവിടെയൊക്കെ ദാവീദിനൊരു ബലമായി നിന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നിന്നെ ശക്തിപ്പെടുത്തും, അവൻ നിൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കും. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു വരാം. പത്രോസ് ആരായിരുന്നു? പത്രോസ് നമ്മൾ കാണുന്നുണ്ട്, ഒരു മുക്കുവനായ പത്രോസ്, ഒരു ജ്ഞാനവുമില്ലാത്ത പത്രോസ്. ഈ പത്രോസിനെയാണ് ദൈവം തൻ്റെ സഭയുടെ പരമാധികാരിയെ ആദ്യത്തെ മാർപ്പാപ്പയാക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകൾ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് എന്താണ്? പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവക്കാരനാണ്, എടുത്തുചാട്ടക്കാരൻ. അതുപോലെ തന്നെ കടലിലേക്ക് തിരമാലകൾ കണ്ട് ഭയപ്പെടുന്ന പത്രോസ്, ഭീരുവായ പത്രോസ്, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ഏത് ശപിക്കപ്പെട്ട യേശു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മരണത്തെ ഭയപ്പെട്ട് മാറുന്ന പത്രോസ്. കാരണം യേശുവിൻ്റെ ശിഷ്യനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കൊല്ലും. അതുകൊണ്ട് ഒരു പരിചാരിക നീ അവൻ്റെ ശിഷ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പത്രോസ് പറയുന്നത് എന്താണ്? എനിക്കറിയില്ല. ഇത്രയും കുറവുകളുള്ള, ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ പത്രോസിനെ തന്നെയാണ് ദൈവം തൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഈ സഭയെ നയിക്കുവാനായിട്ട് ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. കാരണം മനുഷ്യൻ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. നീ എന്തായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെ നോക്കിയാണ് ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമുക്കൊരു വിലയില്ലായിരിക്കാം. ചുറ്റുപാടുകളിൽ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ശക്തിയുമില്ലായിരിക്കാം. എങ്ങനെ മുന്നോട്ട് എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കും? എനിക്ക് കഴിവുകളില്ലല്ലോ, കുറവുകൾ മാത്രമല്ലേ ഞാൻ കാണുന്നുള്ളൂ എന്ന് നീ പരാതിപ്പെട്ട് നീ ഇരിക്കുമ്പോൾ, എന്നാൽ ദൈവം നിന്നെ നോക്കി പറയുന്നുണ്ട്, ശക്തനും ധീരനുമാണ് നീ, നിന്നെ ഞാൻ ബലപ്പെടുത്തും, നീ ശക്തനാണ്, നിന്നിലൂടെ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം നിന്നോട് പറയുന്ന സ്വരം കേട്ട് ആ സ്വരത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിന് നിൻ്റെ ജീവിതം തുറന്നു കൊടുത്താൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം പറയുന്ന പത്രോസിൻ്റെ, കാരണം അത് പത്രോസ് അനുഭവിച്ച ദൈവാനുഭവമാണ്. പത്രോസ് അനുഭവിച്ച ഈ ജീവിക്കുന്ന ദൈവത്തിനുള്ള ആ അനുഭവം വച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നത്. കാരണം എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, എല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ള അവസ്ഥയിൽ നീ എത്തി നിൽക്കുന്നു എന്ന് കരുതിക്കൊള്ളട്ടെ, നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നീ ശാന്തമായി നിന്നാൽ, താഴ്മയോടെ നിന്നാൽ അവിടുന്ന് നിന്നെ ഉയർപ്പിക്കും, നിന്നെ ഉയർത്തും. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. കാരണം നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുക. ഇന്ന് നമ്മളെന്താണ്, നമ്മുടെ ജീവിതത്തിലെ ഉത്കണ്ഠകൾ, വേദനകളെല്ലാം നമ്മളിങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ കയറ്റി ഭാരമായി പ്രാർത്ഥിക്കാൻ കഴിയാതെ, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ നിരാശപ്പെട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ നോക്കി ദുഃഖിക്കുന്നുണ്ട്. ദൈവം ഈ അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് എന്തിനാണ്?
ഇവരെയൊക്കെ ഉയർത്താനും ശക്തിപ്പെടുത്തുവാനും ഇവരിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനും ദൈവത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിന്നിലൂടെയും ഇന്നും ജീവിക്കുന്ന ദൈവത്തിന് ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പദ്ധതിയുണ്ടെന്ന് നീ തിരിച്ചറിയണം. അതിനുവേണ്ടി നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് നിനക്ക് കഴിയണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ പൗലോസ്, സാവൂളായിരുന്ന മനുഷ്യൻ. സാവൂളിനെ പൗലോസാക്കി മാറ്റിയ ഒരു ദൈവം. കാരണം ദൈവത്തിൻ്റെ ഇടപെടലുകൾ സാവൂളിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ സാവൂളിൻ്റെ ജീവിതത്തിലുണ്ടായ രൂപാന്തരീകരണം നമ്മൾ കാണുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 17 പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. സാവൂള് പൗലോസായി മാറിക്കഴിഞ്ഞിട്ട് പിന്നെ പൗലോസ് അനുഭവിക്കുന്ന തിക്തമായ അനുഭവങ്ങൾ, തിരസ്കരണങ്ങൾ, അപ്പോസ്തല സമൂഹത്തിൽ നിന്ന്, അതുപോലെ ആ അപ്പോസ്തല കൂട്ടായ്മയിൽ നിന്ന് തന്നെ പൗലോസ് അനുഭവിക്കുന്ന തിരസ്കരണങ്ങൾ, നിന്ദനങ്ങൾ നമുക്കറിയാം. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. ഡമാസ്കസിൻ്റെ താഴ്വരകളിൽ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി അവന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ സഭയോട് ചേർന്ന് ഈ അപ്പോസ്തല പ്രമുഖന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ പൗലോസ് കടന്നു വരുമ്പോൾ ആദ്യം അവർ സ്വീകരിക്കുന്നില്ല. കാരണം അവരെന്താണ്, സംശയിക്കുകയാണ്. അല്പനാളിന് മുമ്പ് വരെ ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ച മനുഷ്യൻ, ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് വധിക്കാനായിട്ട് നിയമത്തിൻ്റെ ബലത്തിൽ പ്രവർത്തിച്ച മനുഷ്യൻ, ഇവൻ എങ്ങനെയാണ്, യഥാർത്ഥത്തിൽ ഇവന് മാനസാന്തരം ഉണ്ടായോ എന്നൊക്കെ അപ്പോസ്തലന്മാർ സംശയത്തോടെ നോക്കി അവനെ കൂട്ടായ്മയിൽ ചേർക്കാതെ അകറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴും പൗലോസ് അവിടെ തന്നെ വിളിച്ച ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിന്നു, ദൈവത്തിൽ ആശ്രയിച്ച് നിന്നു. അതുകൊണ്ടെന്താണ്, ദൈവം പൗലോസിനെ ശക്തമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തയ്യാറായി. മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ദൈവിക ഇടപെടലുകൾ നടത്തിയത് പൗലോസാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ശരിയായ അർഹമായ അംഗീകാരവും മറ്റുള്ളവരിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നില്ലെങ്കിലും അതിൽ നിരാശപ്പെട്ട് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് നിൻ്റെ മുമ്പിൽ ഒരു ഉത്തരമായിട്ട് ദൈവം നിർത്തുകയാണ്. പൗലോസിനെ ശക്തിപ്പെടുത്തിയ ദൈവം നിന്നെയും ശക്തിപ്പെടുത്തും. അവൻ്റെ കീഴിൽ നീ നിന്നാൽ, അവൻ്റെ തണലിൽ, അവൻ്റെ കരത്തിൻ്റെ കീഴിൽ നീ നിൽക്കുകയാണെങ്കിൽ പൗലോസിനെ ഉപയോഗിച്ച ദൈവം നിന്നെയും ഉപയോഗിക്കുമെന്ന് വചനം പറയുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. കപ്പൽ അപകടങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ, ഇതൊക്കെ ഈ ആക്രമണങ്ങളിലൊക്കെ കടന്നുപോയ പൗലോസിനെ ബലപ്പെടുത്തിയതും ശക്തിപ്പെടുത്തിയതും മുന്നോട്ട് നയിച്ചതും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് ഈ ദിനത്തിൽ നിന്നോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലെ പല പ്രശ്നങ്ങളുമായി നീ ഇന്ന് നിരാശപ്പെട്ടിരിക്കുകയാണോ, വിഷമിച്ചിരിക്കുകയാണോ, എല്ലാം തകർന്നു എന്നുള്ള ചിന്തയോടെ നിരാശയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുക, എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. നീ ദൈവത്തെ വിളിക്കുക, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിനക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ, നിൻ്റെ ബുദ്ധിക്ക് നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് വചനം പറയുകയാണ്, ദൈവം പറയുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 10-ാം അധ്യായം 13 വചനം, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. വചനം പഠിപ്പിക്കുക പൗലോസ്ലീഹ. കാരണം ഈ ജീവിതത്തിലൂടെ അനുഭവിച്ച സഹന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഈ മനുഷ്യൻ പറയുകയാണ്, കാരണം മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ നിൻ്റെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ ഇടപെടും, പ്രവർത്തിക്കും. കാരണം അവൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ അവിശ്വസ്തത കാണിച്ചാലും ദൈവത്തിൽ നിന്ന് നീ അകലാൻ ശ്രമിച്ചാലും അവൻ നിന്നെ തേടിപ്പിടിക്കും, അവൻ നിന്നെ ഉപയോഗിക്കും. മോശയെ തേടിപ്പിടിച്ച് അവനെ ഇസ്രായേൽ ജനത്തെ വിമോചിക്കുവാൻ ഉപയോഗിച്ചതുപോലെ ദൈവം നിന്നെയും ഉപയോഗിക്കും. ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല.
ഒരുപക്ഷെ നീ ഇന്ന് നിരാശപ്പെട്ട് ദൈവം പോലും എന്നെ കൈവിട്ടു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുകയാണ്, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ ഉള്ളിലെ തിന്മയാണ്, നിൻ്റെ ചുറ്റുപാടുകളിലുള്ള തിന്മയാണ് പറയുന്നത് ദൈവം നിന്നെ ഉപേക്ഷിച്ചുവെന്ന്. ഒരിക്കലുമില്ല. നീ ബലഹീനനാണെന്ന് നിൻ്റെ ഉള്ളിലുള്ള തിന്മയാണ് പറയുന്നത്. ചുറ്റുമുള്ള തിന്മയുടെ ശക്തികളാണ് പറയുന്നത് നീ ബലകെട്ടവനാണ്, വിലയില്ലാത്തവനാണ്, ബലഹീനനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ ശക്തനാണ്, ധീരനാണ്, നിന്നിലൂടെ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 13 തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ഈ വചനം എത്രയോ പേരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ബലം കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവവചനത്തിന് ശക്തിയാണ്. ദൈവം പറഞ്ഞാണ് നിന്നെ, കാരണം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ഭയങ്ങളിൽ നിന്ന് വിമുക്തരായ എത്രയോ പേര്, ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോയ എത്രയോ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകളെടുത്ത് നീ ഉപയോഗിച്ചു തുടങ്ങിയാൽ നിന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ചൊരു വിശ്വാസമുണ്ടാകണം. ഭയമല്ല വേണ്ടത്. ഭയപ്പെട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിൽ നിന്ന് നീ അകന്നു പോകും. പിശാചാണ് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് ഭയം തരുന്നത്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7 പറയുകയാണ്, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ദൈവം നമുക്ക് നൽകിയ ആത്മാവെന്ന് പറയുന്നത് ഭീരുത്വത്തിൻ്റെ അല്ല. നമ്മുടെ ഉള്ളിലൊരു ഭയവും ഭീരുത്വവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അത് തിന്മയുടെ ദുരാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ധീരതയുടെ ആത്മാവാണ്, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ ഈ ആത്മാവിൽ ബലം കണ്ടെത്താനായിട്ട് കഴിയണം. മത്തായിയുടെ സുവിശേഷം 17:20 പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. വീണ്ടും യേശു പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 21:21, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. കാരണം ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുകയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സങ്കീർത്തനം 23:4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മോശയെ ശക്തിപ്പെടുത്തിയ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. ജോഷുവയെ ശക്തിപ്പെടുത്തിയ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, പത്രോസിനെ ശക്തിപ്പെടുത്തിയ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെയും ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. ബാലനായ ദാനിയേലിനെ ശക്തിപ്പെടുത്തിയ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. സാവൂളായിരുന്ന മനുഷ്യനെ പൗലോസാക്കി മാറ്റി പ്രതിസന്ധികളുടെ നടുവിലും പതറാതെ മുന്നോട്ട് നയിച്ച ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെയും ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിയണം. ഈ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം, ഈ ദൈവത്തിൽ നമുക്ക് ജീവിതം കൊടുക്കാം. എങ്കിലും നമ്മുടെ ജീവിതം നിരാശയ്ക്ക് അടിമപ്പെടുകയില്ല, കുറ്റബോധത്തിന് അടിമപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വചനം നമ്മൾ ധ്യാനിച്ച് കണ്ടെത്തി. പ്രിയമുള്ളവരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾ പലപ്പോഴും ഭയത്തിനും ആകുലതയ്ക്കും നിരാശയ്ക്കും അടിമപ്പെട്ടിട്ടുണ്ട്. ഈ ദിനത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും നിൻ്റെ ഇടപെടലുകളിലൂടെ അത് ശക്തിയാക്കി മാറ്റി ഞങ്ങളെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവിധം രൂപപ്പെടുത്തുന്നവനാണ് നീ എന്ന് ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിരാശയ്ക്ക് അടിമപ്പെടുത്താതിരിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നീ ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് അനുഭവിക്കുവാനും വ്യക്തിപരമായി അത് അനുഭവിച്ച് ജീവിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.